ആ സൗണ്ട് വേറെ ആരുടെയല്ല, എൻ്റെ ഒപ്പൻ്റെയാണ്. പുള്ളിയാണെങ്കിൽ അവിടെയുള്ള പിള്ളേരുമായിട്ട് എന്തോ മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഫ്രണ്ട് ക്യാമറ അങ്ങ് ഓൺ ചെയ്ത് കുറച്ച് ഗാനമേള അങ്ങ് ആരംഭിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ചുണ്ട് ക്ലൈമറ്റിൻ്റെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. എന്തെങ്കിലുമൊക്കെ റെമഡീസ് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. പാട്ട് വേണ്ട. ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു അടിപൊളി വീഡിയോ ആണ്. നമ്മുടെ അനീസുണ്ട്, കുട്ടിയുണ്ട്, അച്ഛനുണ്ട്, ലിയോണുണ്ട് ഗൈസ്. പിന്നെ എല്ലാരും. സംഭവം വേറെ ഒന്നുമല്ല, നമുക്കിവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു പെരകറിക്കൂടലാണ്. അപ്പോൾ ആ സമയത്ത് ഒരു കുഞ്ഞു വ്ളോഗർ എന്നെ ഫോൺ എടുത്തുകൊണ്ട് പോയി വ്ളോഗിങ് ചെയ്യുന്നതാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ. ഭയങ്കര വ്ളോഗിങ് ആയിരുന്നു പുള്ളി. എന്താണെന്നറിയില്ല, എന്നെ എപ്പോൾ കണ്ടാലും ഇവർക്ക് 10 രൂപയുടെ ഐസ്ക്രീം ചിലവ് ചെയ്യണം. പിന്നെ അച്ഛൻ വന്ന് വെഞ്ചരിപ്പിൻ്റെ പ്രാർത്ഥനയൊക്കെ തുടങ്ങി. പ്രാർത്ഥന മൊത്തം ഞാൻ കാണിക്കുന്നില്ല, കണ്ടാൽ നിങ്ങൾക്ക് ബോറടിക്കും. അങ്ങനെ ഒത്തിരി നേരത്തെ കാത്തിരിപ്പിന് ശേഷം താണ്ടേ പാല് തെളിച്ചിട്ടുണ്ട്. Then I went to chill my day with my best friends right here. ഇതൊക്കെ എൻ്റെയും കൂടി ഫ്രണ്ട്സ് ആണ് കേട്ടോ. എൻ്റെ അച്ചു ബിച്ചു ഒക്കെ അനോണും അതിന് ഗുണ്ടി എന്ത് കാണിക്കാന്. Then I went to eat some അപ്പം ആൻഡ് കോഴിക്കറി. നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അഗെയിൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. നല്ല ഈവനിങ് ടൈമിൽ ഇതിൻ്റെ ടെറസിലെ വ്യൂ നല്ല അടിപൊളിയായിട്ടോ. പക്ഷേ എനിക്കിതെന്തോ ഇന്ന് കറക്റ്റ് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നല്ല വ്യൂസ് ഒന്നും കിട്ടിയില്ല. അനോൺ പിക്കിങ്. എന്നിവനെ എന്നും ക്യൂട്ടാന്ന് പറയുകയാണ്. എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. ഈ കളി കഴിഞ്ഞില്ല. ഹായ് ഹലോ ഗൈസ്, വെൽക്കം ടു another episode of Doing Nothing YouTube channel. മലയ്ക്ക് ഒരു ഹായ് പറഞ്ഞേച്ചി. പിന്നെ ഞങ്ങൾ കുറച്ച് അധികം ഫൺ ടൈം ഉണ്ടായിരുന്നു. ഈ ഫൺ ടൈം ഇച്ചിരി കൂടി പോയി. ആ പ്രോപ്പർട്ടി നശിച്ചു പോയി. എങ്ങനെയാണെന്ന് അറിയത്തില്ല, കറണ്ട് പോയി ഓണായി വന്നപ്പോഴേക്ക് സംഭവം പോയി. ഇവനെന്ത് കണി ധാരെ കിടക്കുന്നത്. എൻ്റെ അമ്മ എന്തൊക്കെ കണ്ടാലും അതൊക്കെ. എൻ്റെ അപ്പൻ ഫോൺ അഡിക്റ്റ് ആയിപ്പോയി ഗൈസ്. ഇടയ്ക്ക് പെട്ടെന്നൊരു കട്ടിങ് വന്നത് ഓർത്ത് ആരും പേടിക്കണ്ട. ഞാൻ കുറേ എടുത്ത വീഡിയോസ് മിസ്സിങ് ആയിപ്പോയി. നമ്മുടെ അവിടെ പള്ളി പെരുന്നാളായിരുന്നു, നമ്മുടെ ഓർത്തഡോക്സ് പള്ളിയിൽ.
ഇത് പള്ളിപ്പെരുന്നാളുടെ ലാസ്റ്റ് ഡേ ആട്ടോ വന്നത്. നമുക്കിവിടെ ഗാനമേളയൊക്കെ വെച്ചായിരുന്നു. എനിക്ക് സ്റ്റേജൊന്നും ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല, കാരണം അതൊരു കുഴിയിലേക്ക് ഇറങ്ങിയായിരുന്നു. പക്ഷെ കോൺഫെറ്റി വരുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. ബട്ട് വി എൻജോയ്ഡ്. ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ, നമുക്ക് സ്റ്റെപ്പ് ഒന്ന് മാറ്റി പിടിച്ചാലോ? ഭരതനാട്യം അറിയോ? ഭരതനാട്യം അപ്പം സ്ട്രൈറ്റ് ടു അനദർ കട്ട്. ഇത് നമ്മുടെ അനോണിൻ്റെ സ്കൂളിലെ ആനിവേഴ്സറിയാണ്. അനോൺ 2ാം ക്ലാസ്സിലായിട്ടോ പഠിക്കുന്നത്. അവൻ്റെ സ്കൂളിലെ ആനിവേഴ്സറിക്ക് നമ്മൾ പോയപ്പോൾ എടുത്ത വീഡിയോസാണ്. LP സ്കൂളാണ്, പക്ഷെ പ്രോഗ്രാംസൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഭയങ്കര സൂപ്പറായിരുന്നു. പിന്നെ പിള്ളേരായതുകൊണ്ട് നമ്മുടെ അനോൺ എൻ്റെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ, ഡാൻസ് വാടി വാടി വാടി. നിങ്ങൾ കണ്ടു നോക്കട്ടോ, നല്ല രസമുണ്ടായിരുന്നു പരിപാടി. ഞാൻ ഒത്തിരി ഒന്നും വീഡിയോസ് എടുത്തിട്ടില്ല, കുറച്ച് മാത്രം വീഡിയോ എടുത്തിട്ടുണ്ട്. കാരണം അത്രയും അധികം പരിപാടികളുണ്ടായിരുന്നു. മൊത്തം വീഡിയോ എടുത്ത് എൻ്റെ ഫോൺ മെമ്മറി ഫുള്ളാവും എന്നുള്ള കാരണം ഞാൻ അത്ര എടുത്തോളൂ. Second goes to Johan Anish. പ്രകാശനം ചെയ്യുന്നതിനായി ശ്രീ AJ ജോണിനെയും ഏറ്റുവാങ്ങുന്നതിനായി വൈസ് പ്രസിഡന്റ് ഇനി മുതൽ ഒറിജിനൽ ഓഡിയോ ആയിരിക്കില്ല. ഞാനത് യൂട്യൂബ് സ്റ്റുഡിയോന്ന് നോൺ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള ഒരു പാട്ട് ഡൗൺലോഡ് ചെയ്തതാണ്. നിങ്ങളെന്തായാലും കണ്ടു നോക്കുക. പിള്ളേർ കളിക്കുന്നത് കാണാൻ നല്ല രസം.
അങ്ങനെ ഒരു വമ്പൻ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് ഇതാ നമ്മുടെ മൈക്കിൾ ജാക്സൺ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കൊള്ളാം. അനുവിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളവിടെ നിന്ന് വന്നു കേട്ടോ. പിന്നെ കാണാൻ നിന്നില്ല. പിന്നെ ഈ ഒരു ഡാൻസും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ടിട്ട് നമ്മളിങ്ങ് പോന്നു. കൊള്ളായിരുന്നു കേട്ടോ, നല്ല പരിപാടിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിള്ളേരിങ്ങനെ ഡാൻസ് കളിക്കണൊക്കെ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് ഐസ്ക്രീമൊക്കെ കഴിച്ച് കണ്ട് അനോണൊരു ഹൈഡ്രജൻ ബലൂൺ മേടിച്ചു. നമ്മൾ തിരിച്ചു പോന്നു. ടാറ്റാ.